കോഴിക്കോട് മഫ്യൂസൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് തീപിടിച്ച സംഭവത്തിൽ വീഴ്ച സംബന്ധിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഫയർ ഓഡിറ്റിംഗ് നടത്താതിരുന്നത് കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് പറഞ്ഞു. അന്വേഷണം നടത്താൻ കോർപ്പറേഷൻ ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയും രൂപീകരിച്ചു. അതേസമയം സംഭവത്തിൽ അഗ്നിശമന സേന ജില്ലാ കളക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കെട്ടിടത്തിന് തീപിടിച്ചതിനെ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷനെതിരെ വ്യാപകമായി വിമർശനമുയർന്നതിന് പിന്നാലെയാണ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് വിശദീകരണവുമായി രംഗത്തെത്തിയത്. കോർപ്പറേഷന്റെ കെട്ടിടമായിരുന്നിട്ട് പോലും ഫയർ ഓഡിറ്റിംഗ് നടത്താതിരുന്നത് വലിയ വീഴ്ചയാണെന്ന് മേയർ സമ്മതിച്ചു. സംവിധാനം ഇല്ല അത് സമ്മതിക്കുകയാണ്. അത് അപാകത ആണ് എന്നും നമ്മുടെ ഭാഗത്തുള്ളത് വീഴ്ചയാണെന്ന് സമ്മതിക്കുകയാണ്. അത് ചെയ്യേണ്ടതായിരുന്നു. പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആലോചിച്ച് വന്നപ്പോഴേക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നതാണ്. കോർപ്പറേഷൻ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും കെട്ടിടത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് വ്യാപാരിയുടെ ചുമതലയാണെന്നും മേയർ പറഞ്ഞു. ഇതുവരെ കെട്ടിടവുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ലഭിച്ചിരുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. അനധികൃതമായി നമ്മൾ ഒന്നും അവിടെ ചെയ്തിരുന്നില്ല. അവർ നമ്മൾ പാലിക്കേണ്ട തരത്തിലുള്ള ഫയർ സേഫ്റ്റി മെഷേഴ്സ് ആ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സംഭവത്തിൽ അന്വേഷണം നടത്താൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ജോയിന്റ് കോർപ്പറേഷൻ സെക്രട്ടറി, ഹെൽത്ത് ഓഫീസർ തുടങ്ങിയവരുടെ സംയുക്ത ആഭ്യന്തര അന്വേഷണ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളിലെയും അഗ്നിസുരക്ഷാ ക്രമീകരണങ്ങൾ, അനധികൃത നിർമ്മാണം എന്നിവ സംബന്ധിച്ചും ഈ കമ്മിറ്റി പരിശോധന നടത്തും. അതേസമയം അഗ്നിശമന സേന ജില്ലാ കളക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. തീപിടുത്തം വ്യാപിക്കാൻ കാരണം തുണികളാണെന്നും അനധികൃതമായുള്ള ഷട്ടറുകളും റാക്കുകളും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്.